വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് ശനിയാഴ്ചയായിട്ട് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് കാണും. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 1-ാം തീയതി നവംബർ മാസം 2025 രാവിലെ 8:35 ആയിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് വീഡിയോ കാര്യത്തിൽ കുറേ മാസങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ ഇടണം, ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചെയ്യണം എന്ന് ഇന്നാണ് അതിന് സമയം കിട്ടിയത്. ഈ ശനിയാഴ്ചത്തെ വീഡിയോയുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൗ ടു കൺട്രോൾ ഇമോഷൻ. അതായത് ട്രേഡിംഗ് സമയത്ത് നമുക്ക് ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രസക്തി. നിറച്ച ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷേ ലൈവ് മാർക്കറ്റിൽ വരുമ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആദ്യത്തെ ട്രേഡ് ലോസിൽ പോകുമ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് ട്രേഡ് ചെയ്ത് ആദ്യത്തെ വരുന്ന ലോസിനേക്കാൾ ഒരു 2 ഇരട്ടി 3 ഇരട്ടി ലോസ് എൻഡ് ഓഫ് ദ ഡേ ഉണ്ടാക്കുകയും ഓവർ ട്രേഡ് ചെയ്യുകയുമാണ് കാണപ്പെട്ടു വരുന്നത്. ഇതാണ് ഇമോഷൻ. ഇതാണ് ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് മാർക്കറ്റിൽ എല്ലാവരും പറയുന്ന ഓപ്ഷൻ ബയർ ഫെയിലിയർ ആണ്. എന്തുകൊണ്ടാണ് ആ ഫെയിലിയർ? ഈ ഇമോഷൻ കൊണ്ടാണ് അവർ ഫെയിൽ ആകുന്നത്. ഞാനുമായിട്ടുണ്ട്. സോ ഈ ചാർട്ട് വെച്ച് സംസാരിക്കാൻ കാരണം ഇത് ഇന്നലത്തെ ചാർട്ടാണ്. ഇന്നലെ നമ്മൾ 2 വീഡിയോ ഇന്നലെ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. ഒരു വീഡിയോ രാവിലത്തെ എപ്പോഴും പോലെ നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എവിടെയാണ്, ലെവൽ എങ്ങനെയാണ്, അതെങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ നമ്മൾ രാവിലെ ആസ് യൂഷ്വൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതാണ് ലെവൽസ്, എത്രത്തോളം അക്യുറസി ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ആ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു 25,980, 950 അവിടെയൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. രണ്ടാമത് ഈ ചാർട്ട് ഇങ്ങോട്ട് പോയിട്ടും പറഞ്ഞിരുന്നു ഇവിടെ ബയറും സെല്ലറും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് താഴോട്ട് വരാനുള്ള ചാൻസസ് പയ്യെ വരത്തുള്ളൂ എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്തു. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നോക്കി എങ്ങനെ ട്രേഡ് ചെയ്യണം. എല്ലാം ചെറിയ വീഡിയോ ആണ്, 3 മിനിറ്റ് 5 മിനിറ്റ് ഇതൊക്കെയാണ്. സോ അതും ലൈവ് വീഡിയോ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, ഈ ഇമോഷൻ നമുക്ക് ഹൗ ടു കൺട്രോൾ ഇമോഷൻ. ഇത് വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇമോഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ലോസിൽ ആണ് എന്നുണ്ടെങ്കിൽ, വീണ്ടും കേൾക്കുക, ലാസ്റ്റ് ട്രേഡിംഗ് ഡേ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ഹോളിഡേ വരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആണ് നമുക്ക് ഇപ്പം വീക്കിലി വേറെ അവധിയോ ഹോളിഡേ ഒന്നും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മാർക്കറ്റ് കാണും. നിഫ്റ്റിയും വർക്ക് ചെയ്യും, ഇൻഡെക്സ്, ഡെറിവേറ്റീവ്സ്, സ്റ്റോക്ക് എല്ലാം വർക്ക് ചെയ്യും. അപ്പം വെള്ളിയാഴ്ച ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് സാറ്റർഡേ സൺഡേ മാർക്കറ്റിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക. വീണ്ടും പറയുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ലോസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ലോസ് എങ്ങനെ റിക്കവറി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചോ ആലോചിക്കാതിരിക്കുക. നിങ്ങളെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക. അതിൻ്റെ ആലോചന വരും, അയ്യോ ലോസായല്ലോ, ഇത്ര രൂപ ലോസായല്ലോ, ഇത്ര പെർസെൻറ്റേജ് ലോസായല്ലോ എന്ന് നിങ്ങളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ വരുന്ന കാര്യത്തിനെ ഡൈവേർട്ട് ചെയ്യുക. പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ നോക്കുന്നതും ഇമോഷനെക്കുറിച്ച് കുറച്ച് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ, ഫ്രൈഡേ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാ വീഡിയോസും കാണും. ഏതൊക്കെ വീഡിയോസ്, ആരൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ മിനിറ്റിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്, എത്രയൊക്കെയാണ് അക്യുറസി അവർ തരുന്നത്, അവരുടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അനാലിസിസ്, ഇതിനെക്കുറിച്ച് വീണ്ടും യൂട്യൂബിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നോക്കുക, എന്ത് തെറ്റ് പറ്റി, എന്തായി, അങ്ങനെ
കൂടുതൽ നേരം സാറ്റർഡേ സൺഡേസിൽ ഇതിനെക്കുറിച്ചുള്ള വേവലാതിയും ഇതിനെക്കുറിച്ചുള്ള മൈൻഡിലുള്ള സ്ട്രെസ്സുമാണ് തിങ്കളാഴ്ച വരുമ്പോൾ തന്നെ, തിങ്കളാഴ്ച രാവിലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം എന്നുള്ളൊരു ഇമോഷൻ അകത്ത് കിടക്കും. ശരി, നമുക്ക് നോക്കാം, പതുക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാൻഡിലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചാടി കയറും, വീണ്ടും ലോസ് ഉണ്ടാക്കും. സോ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഈ വീഡിയോയിൽ പറയുന്ന ആദ്യത്തെ അനാലിസിസ്, ആദ്യത്തെ ഒരു ചെറിയൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ വെള്ളിയാഴ്ചയൊക്കെ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ലോസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോസിനെ നിങ്ങൾ മറക്കുക. ഫസ്റ്റ് കാര്യം മറക്കുക. സെക്കൻഡ് കാര്യം, വീണ്ടും വീണ്ടും നിങ്ങൾ വേറെ വീഡിയോസോ വേറെ കാൽക്കുലേഷനോ മാർക്കറ്റിനെ കുറിച്ചോ നമുക്ക് വേറെ ഏതെങ്കിലും സ്ട്രാറ്റജിയെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെ നിങ്ങൾ പഠിച്ചതിനെ പറ്റുമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ മാക്സിമം 45 മിനിറ്റ്സ് ഈ 2 ദിവസത്തിൽ ചേർന്നിട്ടാണ് പറയുന്നത്. 2 ദിവസത്തിൽ ചേർന്നിട്ട് 45 മിനിറ്റിൽ കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് ആലോചിക്കാനോ അതിൻ്റെ കാൽക്കുലേഷനോ അതിൻ്റെ വീഡിയോയോ അവോയ്ഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഷുവറായിട്ടും ആ ഇമോഷൻ കുറച്ചായിട്ട് കൺട്രോൾ ചെയ്ത് 1 അല്ലെങ്കിൽ 2 ട്രേഡ് ഒരു ദിവസം എടുക്കുന്നത് പോലെ ലോസ് ആയാലും നിങ്ങൾക്കത് കൺട്രോൾ ഓവർ ദ പീരീഡ് പയ്യെ അത് വരും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.